ഇത് മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. മലമൂത്ര വിസർജനം കൊണ്ട് അഴുക്ക് ചാലിലൂടെ ഒഴുകി വരുന്ന വെള്ളം കെട്ടി നിന്ന് ദുർഗന്ധം വമിക്കുന്ന റോഡ് സൈഡിലെ തട്ടുകടകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യൂസ് കട, അതിൻ്റെ നേരെ പുറകിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. മനുഷ്യനെല്ലാം രോഗം പിടിപ്പിക്കുന്ന ഈ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. മുനിസിപ്പാലിറ്റി മത്സരിച്ച് ജയിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-ക്കാരും ഒക്കെ ഇത് കണ്ണു തുറന്നൊന്ന് കാണണം. എത്ര പേര് ഭരിച്ച മുനിസിപ്പാലിറ്റിയാണിത്. തിരിഞ്ഞു നോക്കാത്ത ഈ ഓടകൾ ദുർഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കുവാനോ ഇതിലെ യാത്ര ചെയ്യുവാനോ സാധിക്കുകയില്ല. നോക്കിക്കേ, ഇത് യാത്രക്കാർ പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിലാണ് ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ജ്യൂസ് കടയൊക്കെ പ്രവർത്തിക്കുന്നത്. മലമൂത്ര വിസർജനമാണ് ഇവിടെ. ഈ ഓടയൊന്ന് നന്നാക്കാനോ ഈ വെള്ളം ഒഴുക്കി വിടാനോ ഈ അഴുക്ക് ചാലിങ്ങനെ കെട്ടിക്കിടന്ന് രോഗങ്ങൾ പടരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ നിങ്ങൾ കഴിയുന്നത്. ഇവരാരും ഇത് കാണുന്നേയില്ല. ഭരിക്കുന്നവർ, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന നേതാക്കന്മാരോ മെമ്പർമാരോ മറ്റാരും ഈ അവസ്ഥ ഒന്ന് കാണുന്ന പോലുമില്ല. എത്ര ദുർഗന്ധം വഹിക്കുന്ന സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടി ജനങ്ങളിൽ നിന്നുണ്ടാകണം. ജനങ്ങൾ ശബ്ദിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് കണ്ണു തുറക്കുകയുള്ളൂ. ഭരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു, ഭരണം നടത്തുവാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതൊന്നും കാണുന്നില്ല. മൂക്കും പൊത്തി വേണം ഇതിലൊക്കെ നടക്കുവാൻ, ഇവിടെ നിൽക്കുവാൻ ആരുമില്ല. നോക്കിയേ, ഒഴുക്കിയാൽ ഇവിടെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നിടമാണ്. ഈ തള്ളുന്നിടത്ത് കിടന്ന് ഒഴുക്കില്ലാതെ കിടന്ന് ദുർഗന്ധം ഭവിക്കുകയാണ്. എന്താണ് മുനിസിപ്പാലിറ്റിക്കാരുടെ ജോലി? എവിടെയാണ് മുനിസിപ്പാലിറ്റിക്കാർ പ്രവർത്തിക്കുന്നത്? ഈ ഓടകളൊക്കെ വൃത്തിയാക്കണ്ടേ? ഈ ഓടകൾ വൃത്തിയാക്കാതെ അവിടെ കയറിയിരുന്ന് ഭരിക്കുക മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരിക്കാൻ പോകുന്നവരും ഭരിച്ചവരുമൊക്കെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക വന്നു നിന്ന്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളോടുള്ള ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഇല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ജനങ്ങളിൽ നിന്നുണ്ടാകും. ഇല്ലെങ്കിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുവാൻ വലിയ താമസമൊന്നുമില്ല. ഉടനെ തന്നെ ഇത് വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് മുനിസിപ്പാലിറ്റി അധികാരികളോട് പറയുവാനുള്ളത്. നിങ്ങൾ കണ്ണ് അടച്ചിരുട്ടാക്കരുത്. ഇത് ടൗണാണ്. മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് മൂക്കിന് താഴെയാണ് ഈ സംഭവം. ഈ ചാലിൽ വെള്ളം ഒഴുക്കാതെ കെട്ടിക്കിടന്ന അവശിഷ്ടങ്ങൾ, കോഴിയുടെയും മറ്റ് അവശിഷ്ടങ്ങളെല്ലാം വന്ന് കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണ് തുറക്കണം, ഇത് കാഴ്ച കാണണം. നിങ്ങൾ നോക്കിക്കേ, ഇതെന്തൊരവസ്ഥയാണിത്. മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്തുള്ള ഒരു ഓടയാണിത്. ഇതിൻ്റെ റോഡ് സൈഡിലാണ് ഇവിടുത്തെ ഹോട്ടലുകളും ജ്യൂസ് കടയൊക്കെ പ്രവർത്തിക്കുന്നത്. മൂക്കുപൊത്തി വേണം ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് അധികാരികൾ ഇതിൻ്റെ കണ്ണു തുറക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ബൈ.